തനിക്ക് അനുകൂലമായ സുപ്രീം കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കേറ്റ് രാജ എം.എൽ.എ. കേസിൽ തങ്ങൾ പ്രതീക്ഷിച്ച വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളല്ല എതിർകക്ഷി കോടതിയിൽ ഹാജരാക്കിയത്. ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങളാണ് തങ്ങൾ സുപ്രീം കോടതിയിലും ഉന്നയിച്ചിട്ടുള്ളതെന്നും എ. രാജ എം.എൽ.എ. മൂന്നാറിൽ പറഞ്ഞു. തെളിവുകൾ എനിക്ക് എതിരായി വന്നിട്ടില്ല. സാക്ഷിമൊഴികളെല്ലാം എനിക്ക് അനുകൂലമാണ്. എന്നാൽ പോലും എന്നെ തെരഞ്ഞെടുപ്പ് കേസിൽ അയോഗ്യനാക്കപ്പെട്ടു. ഇങ്ങനെയാണ് സുപ്രീം കോടതി പോകുന്നത്. ഞങ്ങൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ള അതേ വാദങ്ങൾ തന്നെയാണ് സുപ്രീം കോടതിയിലും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ 1950 പ്രസിഡൻഷ്യൽ ഉത്തരവ്, പല ആളുകളും ഈ ഉത്തരവിലൂടെ ഇന്ന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹൈക്കോടതിയിൽ കോൺഗ്രസിൻ്റെ നേതാവ് സമ്പാദിച്ചിട്ടുള്ള വിധി എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ 2 വർഷത്തോളമായി ദേവികുളത്തും അതുപോലെ ഉടുമ്പൻചോലയിലും പീരുമേടും ഇടുക്കി ജില്ലക്കകത്ത് തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കാർക്കും ജാതി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അവരാവശ്യപ്പെടുന്നത് 1950 മുമ്പ് വന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ്. അത് എങ്ങനെ ശരിയാവും? 1950 എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ഉത്തരവ്. അന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്ത് ഏതൊക്കെ ജാതികൾ ഏതൊക്കെ വിഭാഗത്തിലാണ് എന്നാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പക്ഷേ കേരളം രൂപീകരിക്കപ്പെടുന്നത് 1956 ഞാൻ 49 എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഇവിടെ എത്തിയതിൻ്റെ തെളിവുകൾ കൊടുക്കുന്നു. എൻ്റെ അച്ഛൻ ഇവിടെ ജനിക്കുന്നു, എൻ്റെ അമ്മ ഇവിടെ ജനിക്കുന്നു, ഞങ്ങൾ മക്കളെല്ലാം ഇവിടെ ജനിക്കുന്നു, ഞങ്ങളുടെ മക്കളും ഇവിടെയാണ് ജനിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയപ്പോഴത്തേക്കും സുപ്രീം കോടതി ചോദിക്കുന്നു, 75 വർഷമായി ഒരു സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ആളുകളാണ്, എങ്ങനെ അവരെ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് കേരളത്തിൽ എത്തി എന്ന് ചോദിക്കാൻ കഴിയുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്.